ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്റ്റഡി ചിപ്സ്. ഇന്ന് നമ്മൾ സ്റ്റഡി ചിപ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 3ാം ക്ലാസ്സിലെ കുട്ടികളുടെ മാത്സിൽ നിന്നും ക്രിസ്മസ് എക്സാമിന് അഥവാ സെക്കൻഡ് ടേം എക്സാമിന് വരാൻ സാധ്യതയുള്ള ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇപ്പോൾ നമ്മുടെ സിലബസ് മാറിയിട്ടുണ്ട്. ന്യൂ സിലബസ് പ്രകാരമുള്ള ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോ ഉപകാരപ്രദമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ആക്ടിവിറ്റി 1, ലെറ്റ്സ് പ്ലേ ആൻഡ് വിൻ. ക്വസ്റ്റ്യനെ നേഹ ആൻഡ് ആദിൽ ആർ പ്ലേയിങ് വിത്ത് നമ്പർ കാർഡ്സ്. നേഹയും ആദിൽ എന്താണ് നമ്പർ കാർഡ്സ് ഉപയോഗിച്ചിട്ട് കളിക്കുകയാണ്. സീ ദി നമ്പർ കാർഡ്സ് വിത്ത് നേഹ ആൻഡ് ആദിൽ. വിച്ച് കാർഡ് വിത്ത് ആദിൽ ഈസ് ഈക്വൽ ടു ദി കാർഡ് ദാറ്റ് നേഹ ഹാസ്. നേഹന്റെ കാർഡ്സ് ഇവിടെ തന്നിട്ടുണ്ട്. അതിന് ഈക്വലായ ആദിലിന്റെ കാർഡ്സ് ഏതാണ്? ദെൻ റൈറ്റ് ദം ഇൻ ദി ഗിവൺ ബോക്സ്. അപ്പോൾ ആദിലിന്റെ ഈക്വൽ ആയിട്ടുള്ള ആ കാർഡ് നമ്മൾ കാണണം. ആദിൽ ഈസ് ഈക്വൽ ടു ദി കാർഡ് നേഹ ഹാസ്. നേഹന്റെ കാർഡിന് ഈക്വൽ ആയിട്ടുള്ള നമ്പറാണ് ആദിലിന്റെ കാർഡിലുള്ളത്. അപ്പോൾ ആദിലിന്റെ കാർഡിലുള്ളത് നമ്മൾ ഇവിടുന്ന് തിരഞ്ഞെടുക്കണം. ഓക്കെ, ഇതിന് ഈക്വൽ ആയിട്ടുള്ളത് ഈ കാർഡിന് ആദിലിൻ്റെ കാർഡിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്തിട്ട് എഴുതണം. നിങ്ങൾക്ക് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിയില്ലേ? 3 5 എത്രയാണ്? 1 5 5, 2 5 10, 3 5 15. 15 ഇവിടെ ഇല്ലേ? അപ്പോൾ 15 ഇങ്ങോട്ട് എഴുതുക അല്ലേ. 8 × 10, 8 × 10 മൾട്ടിപ്ലിക്കേഷൻ ഒരു ഈസി ട്രിക്ക് ഉണ്ടല്ലേ. 0 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സംഖ്യകളാണ് നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യൽ. ആദ്യം 8 × 1 8, ദെൻ എത്ര 0 ഉണ്ട് അത് ഇട്ട് കൊടുക്കുക അല്ലെ. ഒരു 0, അതായത് 80 എന്ന് കിട്ടും. ദെൻ 6 എത്രയാണ്? 6 6 are 36, 5 5s are 25, 4 2s are 8. ഇത് ഇവിടുന്ന് എഴുതുക അല്ലെ. ഇവിടെ ഉണ്ട്, അവിടെ നിന്ന് എടുത്ത് എഴുതിയാൽ മതി. ക്വസ്റ്റ്യൻ ബി, കളർ ദി പെറ്റൽസ് വിച്ച് ഹാവ് ഈക്വൽ നമ്പർ ദാറ്റ് ഈസ് ഗിവൺ ഇൻ ദി സെൻറ്റർ ഓഫ് ദി ഫ്ലവർ. അപ്പോൾ സെൻറ്റർ ഓഫ് ദി ഫ്ലവറിലുള്ള ഈ നമ്പറിന് ഈക്വൽ ആയിട്ടുള്ള പെറ്റലിലെ ഇതളിന് കളർ ചെയ്യാനാണ് പറഞ്ഞത്. ഇപ്പോൾ 24 കിട്ടുന്ന പെറ്റൽസ് ഏതൊക്കെയാണ് ഇതിലുള്ളത്? 2 6 12 3 18 4 6 24 അല്ലേ. ഇപ്പോൾ 24 ഇതൊരു പെറ്റലാണ്. അപ്പോൾ 6 4 4 6 സെയിം ആണല്ലേ. 6 4s ഈക്വൽ ടു 4 6 are 24. രണ്ടും 24 ആണ് അല്ലേ. 1 8 8 2 8 16, 3 8 24 അല്ലേ. 3 8s are 24. 3 8s are 24. അപ്പോൾ 3 പെറ്റൽസ് 24 ഉള്ളത് നമുക്ക് കിട്ടി. അപ്പോൾ ഈ 3 പെറ്റൽസ് നിങ്ങൾ കളർ ചെയ്യുക. ആക്ടിവിറ്റി 2, ലെറ്റ്സ് ഫൈൻഡ് ദി ടൈം. Anu is participating in the model making competition in the Maths Fest. Competition started at 9:30. Draw hands in the clock for the time given in the box. അപ്പോൾ ഈ ബോക്സിലുള്ള ടൈം ഹാൻഡ്സ് വരക്കാം. 9:30 എങ്ങനെയാണ്? 9 9 10 ഇടയിലായിട്ട് ചെറിയ സൂചി അല്ലേ, നമ്മുടെ ഹവർ ഹാൻഡ്. നമ്മുടെ മിനിറ്റ് ഹാൻഡ് വലിയ സൂചി എന്താണ്? 6 ഇതല്ലേ ഹാഫ്. 9:30 അല്ലേ, ക്ലോക്കിൻ്റെ ഹാഫ് 9:30 9:30 അല്ലേ. 5 10 15 20 25 30. അപ്പോൾ ഇതാണ് 30, 9:30. 9 മണി പറയുമ്പോൾ 9ലും 12ലാണ് അല്ലേ. 9:30 എന്ന് പറയുമ്പോൾ ഈ സൂചി കുറച്ചൊന്നും ഇങ്ങോട്ട് അനങ്ങിയിട്ടുണ്ടാവും. ലാസ്റ്റ് 10 മണിയാവണമെങ്കിൽ നേരെ 9:30 കഴിഞ്ഞിട്ട് പിന്നെ 10 മണിയല്ല ആവുക. 10ലേക്ക് എത്താനായിട്ടുണ്ടാവില്ലേ. രണ്ടിൻ്റെ ഇടയിലായിട്ട് ചെറിയ സൂചിയും അരയിലില്ലേ 6ൽ വലിയ സൂചിയും വരക്കുക. ഈ ക്വസ്റ്റ്യൻ, ലുക്കിംഗ് അറ്റ് ദി ക്ലോക്ക് റൈറ്റ് ദി ടൈം വെൻ അനു കംപ്ലീറ്റഡ് ദി വർക്ക്. അപ്പോൾ ഈ ടൈം ഏതാണ്? അനു വർക്ക് കംപ്ലീറ്റ് ചെയ്ത ടൈം ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ 11നും 12ൻ്റെ ഇടയിലാണ് ചെറിയ സൂചി. 11 ഇതെത്രയാണ് അല്ലേ? ഇവിടെ 30 ആണ്. 35 40 അല്ലേ. 11 40, 11:40 അല്ലേ. 11 40 അല്ലേ ഇത് സമയം അല്ലേ. 30 35 40 അല്ലേ. 45 ആകുമ്പോൾ 3:15 ആവും. 45 ആയിട്ടില്ല, അതിൻ്റെ തൊട്ട് 5 മിനിറ്റ് മുന്നേ. അപ്പോൾ 11 40 ആണ് സമയം. ക്വസ്റ്റ്യൻ സി, ഫൈൻഡ് ദി ടൈം ടേക്കൺ ബൈ അനു ടു കംപ്ലീറ്റ് ഹെർ വർക്ക്. അവരുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എടുത്ത ടൈം. അനു എത്ര ടൈമാണ് എടുത്തത് അല്ലേ? സ്റ്റാർട്ട് ചെയ്തത് 9:30ക്കാണ്, കംപ്ലീറ്റ് ചെയ്തത് 11:40ക്കാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എത്ര സമയം എടുത്തു അവളുടെ വർക്കിന്? ഇതിൻ്റെ ഇടയിൽ 9:30 മുതൽ 11:40 അല്ലേ 11:40 വരെ അവൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എത്ര സമയം എടുത്തു? 9:30 to 11:40 അല്ലേ. ഇതിൻ്റെ ഇടയിൽ എത്ര സമയം എടുത്തു? 9:30 അല്ലേ. 9:30 മുതൽ അടുത്ത അരമണിക്കൂർ. 9:30 കഴിഞ്ഞാൽ എത്രയാണ്? നെക്സ്റ്റ് 10 മണിയാണല്ലേ. 9:30 അല്ലേ. 9:30 കഴിഞ്ഞാൽ പിന്നെ അടുത്തത് 10 മണിയാണ്. ദെൻ 10:30, ദെൻ 11 മണി, ദെൻ 11:30, ദെൻ 12 മണി. അങ്ങനെയാണ് അരമണിക്കൂർ കഴിഞ്ഞിട്ടല്ലേ. 9:30 കഴിഞ്ഞാൽ അടുത്ത അരമണിക്കൂർ, ഹാഫ് അവർ കഴിഞ്ഞാൽ 10 മണി, ദെൻ അടുത്ത ഹാഫ് അവർ കഴിഞ്ഞാൽ 10:30, ദെൻ വീണ്ടും ഒരു ഹാഫ് കഴിഞ്ഞാൽ 11, ദെൻ 11:30, ദെൻ 12 എത്തും. 12 എത്തണ്ടല്ലോ. ഇവിടെ നമ്മുടെ ടൈം എത്രയാണ്? 11:40 ആയാൽ മതി. അപ്പോൾ 30 കഴിഞ്ഞിട്ട് എത്ര മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്? 5 10 മിനിറ്റില്ലേ. 30 to 40 എത്രയാണ്? 10 മിനിറ്റ്സ്. ഒരു 10 മിനിറ്റ്സ് കൂടി വേണം. അപ്പോൾ ഒരു 10 മിനിറ്റ്സ് വേണം അല്ലേ. 11:30 11:40 എത്താൻ 30 40 10 മിനിറ്റ്സ് അല്ലേ. 35 40 അല്ലേ. 5 10 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ 11:40 ആയി. അപ്പോൾ ഒരു 10 മിനിറ്റ് നമ്മൾ ആഡ് ചെയ്യണം. 9:30 കഴിഞ്ഞിട്ട് 10 വരെ ഹാഫും 1 ഹവർ, 1.5 മണിക്കൂർ, 2 മണിക്കൂർ, 2 മണിക്കൂറും 10 മിനിറ്റും അല്ലേ. 2 hours 10 minutes. 9:30 കഴിഞ്ഞാൽ അടുത്ത 1 മണിക്കൂർ കഴിഞ്ഞാൽ 10:30, അടുത്തൊരു മണിക്കൂർ കഴിഞ്ഞാൽ 11:30 അല്ലേ. 1 hour വെച്ച് നോക്കുകയാണെങ്കിൽ അല്ലേ. 9:30 10:30 11:30 പിന്നെ 11:40 വരെയുള്ളതാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഒരു 10 മിനിറ്റ്സ് കൂടി ഉണ്ട് അല്ലേ. 30 to 40. 9:30 മുതൽ 10:30 വരെ 1 മണിക്കൂർ, ദെൻ 2 മണിക്കൂർ അല്ലേ. 2 hours 10 minutes. 2 hours 10 minutes.
If the competition started at 9:30 and ended after 3 hours, write the time when the competition ended. സപ്പോസ് ഇവിടെ കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്തത് 9:30ക്കും എൻഡ് ചെയ്തത് ആഫ്റ്റർ 3 ഹവേഴ്സിലെ 3 മണിക്കൂർ കഴിഞ്ഞിട്ടാണെങ്കിൽ റൈറ്റ് ദി ടൈം വെൻ ദി കോമ്പറ്റീഷൻ എൻഡഡ്. എൻഡ് ചെയ്ത സമയം എത്രയാണ് അല്ലേ? 9:30 കഴിഞ്ഞിട്ട് 3 ഹവേഴ്സ് ആയാൽ എത്രയാണ്? 9:30 ടു 11 ഹവർ ആയാൽ 10:30 ആയി, 2 ഹവർ ആയാൽ 11:30 ആയി, 3 ഹവേഴ്സ് ആയാൽ എത്രയായി? 12:30 ആയില്ലേ? 3 മണിക്കൂർ ആയാൽ 9:30 ടു 10:30, 1 മണിക്കൂർ, 2 മണിക്കൂർ, 3 മണിക്കൂർ അല്ലേ? 12:30 ആയി അല്ലെ? 9:30 ടു 10:30, 11:30, 12:30 അല്ലെ? 3 മണിക്കൂർ അല്ലെ? 12:30 വരെയാണ് 3 മണിക്കൂർ. എൻ്റെ ചെയ്തത് 3 മണിക്കൂറിന് ശേഷമാണ്. 3 ഹവേഴ്സ് ആഡ് ചെയ്താൽ 9:30നോട് 3 ഹവേഴ്സ് ആഡ് ചെയ്താൽ 12:30. ഡ്രോ ദി എബവ് ടൈം ഇൻ ദി ക്ലോക്ക് ഗിവൺ. അപ്പോൾ ഈ ടൈം ക്ലോക്കിൽ വരക്കാനാണ് 12:30 വരക്കാൻ. 12:30 വരക്കുമ്പോൾ അല്ലെ 12ന് 1-ന് ഇടയിലായിട്ട് 12 വരക്കുക അല്ലെ? 12ന്റെ സൂചി, അതായത് ചെറിയ സൂചി അല്ലെ? വലിയ സൂചി എത്രയാണ്? 30, അതായത് 6 ഹാഫ് അല്ലേ? ഇതൊരു ക്ലോക്കിന്റെ ഹാഫ് അല്ലേ? 12:30, 12:30 അല്ലെ? 12 മണി പറയുമ്പോൾ രണ്ടും 12-ലായിരിക്കും അല്ലേ? 12:30 ആവുമ്പോൾ കുറച്ചൊന്നും ഇങ്ങോട്ട് നീങ്ങിയിട്ടുണ്ടാവും അല്ലേ? പിന്നെ 1 മണി ആവണ്ടേ? അടുത്ത് 12:30 കഴിഞ്ഞാൽ 1 മണി ആവണ്ടേ? അപ്പോൾ ഈ സൂചി നീങ്ങുന്നതിനനുസരിച്ച് ഈ സൂചി നീങ്ങും. ഇവിടേക്ക് എത്തണ്ടേ? 1-ലേക്ക് എത്തണ്ടേ? അപ്പോൾ ഇതിന്റെ 2ന്റെ ഇടയിലായിട്ട് ഹാഫ് ആവുമ്പോൾ ഓക്കെ. ചെറിയ സൂചി, വലിയ സൂചി 6. ആക്ടിവിറ്റി 3 കലോത്സവം. ഇൻ കലോത്സവം ആതിര ആൻഡ് ഹെർ ഫ്രണ്ട്സ് ആർ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദി ഡാൻസ് കോമ്പറ്റീഷൻ. കലോത്സവത്തിൽ ആതിരയും ഫ്രണ്ട്സ് എന്താണ്? ഡാൻസ് കോമ്പറ്റീഷനാണ് പങ്കെടുക്കുന്നത്. ആതിര ആൻഡ് ഹെർ മദർ വെന്റ് ടു ദി ഷോപ്പ് ടു ബൈ തിങ്സ് ഫോർ ദർ പ്രോഗ്രാം. പ്രോഗ്രാമിനുള്ള സാധനങ്ങൾ, തിങ്സ് വാങ്ങാൻ വേണ്ടിയിട്ട് ആതിരയും മദർ ഷോപ്പിൽ പോയിട്ടുണ്ട്. എന്തൊക്കെയാണ് സാധനം വേണ്ടത്? ഡാൻസ് കോമ്പറ്റീഷന്റെ സാധനം, അതിന്റെ പ്രൈസും ഇവിടെ തന്നിട്ടുണ്ട്. ദി ബിൽ ഫോർ ദി തിങ്സ് ദേ ബോട്ട് ആർ ഗിവൺ ബിലോ. അപ്പോൾ അവർ വാങ്ങിയ സാധനത്തിന്റെ ബില്ല് ഇവിടെ തന്നിട്ടുണ്ട്. കംപ്ലീറ്റ് ദി ബിൽ ലുക്കിംഗ് അറ്റ് ദി പ്രൈസ് ലിസ്റ്റ് ഡിസ്പ്ലേഡ് ഇൻ ദി ഷോപ്പ്. അപ്പോൾ ഷോപ്പിലുള്ള പ്രൈസ് ലിസ്റ്റിനനുസരിച്ച് ഈ ബില്ല് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. ഇപ്പോൾ ബീഡ്സ് ചെയിനിന് എത്ര എണ്ണം വാങ്ങിയത്? നമ്പർ 7 എണ്ണം വാങ്ങിയിട്ടുണ്ട്, 7 എണ്ണം. അപ്പോൾ പ്രൈസ് ഓഫ് 1 ഐറ്റം, ഒരു ഐറ്റത്തിൻ്റെ പ്രൈസ് 4 ആണ്. 4 ആണെങ്കിൽ ടോട്ടൽ എത്രയാണ് അല്ലെ? ഒരു ഐറ്റത്തിന് 4 ആണെങ്കിൽ അങ്ങനത്തെ 7 ഐറ്റത്തിന് അല്ലേ? 7 എണ്ണത്തിന് 4 7 തവണ കൂട്ടി നോക്കുക, അല്ലെങ്കിൽ 7 4 4 28 മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ 4ന് 7 പ്രാവശ്യം അല്ലേ? നമ്പർ 7 എണ്ണം വാങ്ങിയിട്ടുണ്ട്. 7 ചെയിൻ, ഒരു ചെയിൻ്റെ പ്രൈസാണ് 4. അങ്ങനത്തെ 7 ചെയിനിന് എത്രയാവില്ലേ? 4ന് 7 തവണ കൂട്ടി നോക്കുക. സെക്കൻഡ് വൺ ഇയറിംഗ് സെറ്റ് അല്ലെ? കാതിലിടുന്നത്. ഇയറിംഗ്സ് എത്ര എണ്ണമാണ്? 5 എണ്ണം അല്ലേ? നമ്പർ എത്ര എണ്ണമാണ്? 5 ആണ്. പ്രൈസ് ഓഫ് 1 ഐറ്റം, ഒരു ഐറ്റത്തിന് 6 ആണ്, 6 ആണ്. ഒരു കാതിലിടുന്നതിന് ഇയറിംഗിന് 6 ആണെങ്കിൽ 5 എണ്ണത്തിന് എത്ര വേണം അല്ലേ? 5 എണ്ണത്തിനും 5 × 6 അല്ലേ? 5 × 6. 5 6 ആർ 5 5 ആർ 25, 5 6 ആർ 30. ഒരു കമ്മലിന് 6 ആണ്. അങ്ങനത്തെ എത്ര കമ്മലുണ്ട്? 5 കമ്മലുണ്ട്. എണ്ണത്തിന് എത്രയല്ലേ? 1 6, 2 6, 3 6, 4 6, 5 6 അല്ലേ? 5 6 എത്രയാണ്? 5 6 30. തേർഡ് വൺ ക്രൗൺ എത്രയാണ്? കിരീടല്ലേ? ക്രൗൺ എത്രയാണ്? 2 എണ്ണമാണ് വാങ്ങിയത്. നമ്പർ പ്രൈസ് ഓഫ് 1 ഐറ്റം, ഒരു ഐറ്റത്തിന്റെ പ്രൈസ് എത്രയാണ്? ക്രൗണിന് ഒരു ഐറ്റത്തിന് എത്രയാണ്? 10 രൂപയാണ്. RS 10 ആണ്. അപ്പോൾ ഒരു ഐറ്റത്തിന് RS 10 ആണെങ്കിൽ 2 എണ്ണം വാങ്ങിയിട്ടുണ്ടല്ലേ? ഒന്നിന് 10, 2 എണ്ണത്തിന് 10 10 20, 20 ആവില്ലേ? അതായത് 2 10s ആർ 20. ദെൻ ബാംഗിൾസിലെ വളകൾ എത്രയാണ്? 2 എണ്ണം വാങ്ങിയിട്ടുണ്ട്. 2 എണ്ണത്തിന് എത്രയാവും? പ്രൈസ് ഓഫ് 1 ഐറ്റം. ഒന്നിന് എത്രയാണ് ബാംഗിൾസിന്? എൻ്റെ സെറ്റിന് ഒന്നിന് എത്രയാണ്? 8 രൂപയാണ്. ഇതല്ലേ ബാംഗിൾസ്, വളകൾ 8 രൂപയാണ്. അങ്ങനത്തെ എത്രയാണ്? 2 എണ്ണം വാങ്ങിയിട്ടുണ്ട്. 2 8 16 അല്ലേ? 8 8 അല്ലേ? ഒരു സെറ്റിന് 8 ആണ്. അപ്പോൾ 2 സെറ്റിന് 8 + 8 അല്ലെങ്കിൽ 2 8 16. ടോട്ടൽ കിട്ടാൻ നമ്മുടെ ഈ ടോട്ടലുകളെല്ലാം കൂടി ആഡ് ചെയ്യുക അല്ലേ? ഓരോന്നിൻ്റെ ടോട്ടൽ ഇവിടെ ഉണ്ട്, അതെല്ലാം കൂടി ആഡ് ചെയ്താൽ കൂട്ടി നോക്കിയാൽ നമുക്ക് എത്ര കിട്ടും? 94 94 എന്ന് കിട്ടും. ആക്ടിവിറ്റി 4 അരിത്തമെറ്റിക്സ് ഇൻ കലണ്ടർ. ക്വസ്റ്റ്യൻ എ ഗിവൺ ബിലോ എ പാർട്ട് ഓഫ് ദി കലണ്ടർ ഓഫ് നവംബർ 2022 2022 നവംബറത്തെ ഒരു കലണ്ടറാണ്. ദി ഡേറ്റ് ഓഫ് ദി ഫസ്റ്റ് വെനസ്ഡേ ഫാൾസ് ഓൺ 2nd നവംബർ. അപ്പോൾ രണ്ടാമത്തെ നവംബർ 2-നാണ് ഫസ്റ്റത്തെ വെനസ്ഡേ തുടങ്ങുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫൈൻഡ് ദി ഡേയ്സ് ഓഫ് അതർ വെനസ്ഡേസ്. അപ്പോൾ ബാക്കിയുള്ള വെനസ്ഡേസിലുള്ള ഈ ഡേറ്റുകളാണ് ചോദിച്ചത്. അപ്പോൾ ഫസ്റ്റ് വെനസ്ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് 2-ാം തീയതി ആണല്ലേ? നവംബർ 2-നാണ്. ഇവിടെ എത്രയായിരിക്കും? 3 അല്ലേ? ഇവിടെ 2 ആണെങ്കിൽ ഇവിടെ 1 ആയിരിക്കും. ഇവിടെ 2 3 4 5 6 7 8 9 അല്ലേ? ഇവിടെ 9 വരും അല്ലേ? പിന്നെ 10 11 12 13 14 15 16. ഫസ്റ്റ് ഇന്ന് വെനസ്ഡേ ആണെങ്കിൽ അടുത്ത ആഴ്ചയാണ് അടുത്ത വെനസ്ഡേ വരിക അല്ലേ? അടുത്ത 7 ദിവസം കഴിഞ്ഞിട്ടാണ് അടുത്ത വെനസ്ഡേ അല്ലേ? ഇന്ന് സൺഡേ ആണെങ്കിൽ നെക്സ്റ്റ് സൺഡേ എന്നാണ്. നെക്സ്റ്റ് സൺഡേ ആവാൻ നെക്സ്റ്റ് വീക്ക് ആവണം അല്ലേ? അടുത്ത ആഴ്ച നെക്സ്റ്റ് വീക്ക് ആകുമ്പോഴാണ് അല്ലെ? അടുത്ത 7 ദിവസം കഴിയുമ്പോഴാണ് അടുത്ത സൺഡേ വരിക അല്ലേ? അതേപോലെ തന്നെ ഈ വെനസ്ഡേ 2 ആണെങ്കിൽ അടുത്ത 7 ദിവസം 7 ആഡ് ചെയ്യുക അല്ലേ? 2 3 4 5 6 7 8 9 അല്ലേ? 7 ദിവസം ആഡ് ചെയ്യുമ്പോൾ 9ാമത്തെ ദിവസം അല്ലേ? 7ാമത്തെ ദിവസം എന്ന് പറയുന്നത് 9 ആണ്. നെക്സ്റ്റ് 7ാമത്തെ ദിവസം എത്രയാണ്? 9 10 11 12 13 14 15 16 അല്ലേ? നെക്സ്റ്റ് 7ാമത്തെ ദിവസം 16-ാം തീയതിയാണ്. നെക്സ്റ്റ് 7ാമത്തെ ദിവസം ഏതായിരിക്കും? 16 17 18 19 20 21 22 23 അല്ലേ? 23 ആണ്. 7 ആഡ് ചെയ്യുമ്പോൾ അല്ലേ? 23 24 25 26 27 28 29 30
30. ഇപ്പോൾ 7 ആഡ് ചെയ്ത് പോയാൽ അതില്ലേ ഇവിടുന്ന് ഒരാഴ്ച അല്ലേ, ഒരാഴ്ച എടുക്കും അടുത്ത വീക്കിലെ ഈ സൺഡേ മുതൽ അടുത്ത സൺഡേ അവൻ അടുത്ത 6 ദിവസം 7ാമത്തെ ദിവസമായിരിക്കും അടുത്ത സൺഡേ അല്ലേ. ഇന്ന് വെനസ്ഡേ ആണെങ്കിൽ അടുത്ത വെനസ്ഡേ ആവാൻ അടുത്ത 7ാമത്തെ ദിവസമായിരിക്കും അടുത്ത വെനസ്ഡേ. നെക്സ്റ്റ് 7 ഡേയ്സ് ആകുമ്പോൾ അടുത്ത 7 ദിവസം കഴിഞ്ഞിട്ട് 7ാമത്തെ ദിവസമാണ് അടുത്ത വെനസ്ഡേ ഉണ്ടാവുക അല്ലേ. ഓരോ ആഴ്ചയിൽ എത്ര ദിവസമുള്ളത് 7 ദിവസമാണ്. ബി ക്വസ്റ്റ്യൻ, എ പാർട്ട് ഓഫ് എ കലണ്ടർ ഈസ് ഗിവൺ ബിലോ, റൈറ്റ് ഡൗൺ ദി അതർ ഡേറ്റ്സ്. 18 തന്നിട്ടുണ്ട്, ഇവിടെ ഡേറ്റ്സ് എഴുതാനാണ് പറഞ്ഞത്. 18ന്റെ നേർ മുന്നേ എന്തായിരിക്കും 17 ആയിരിക്കും, 18 കഴിഞ്ഞാൽ 19 ആയിരിക്കും. 18ന്റെ തൊട്ട് മുന്നേ എന്തായിരിക്കും അല്ലേ, 7 മൈനസ് ചെയ്യണം അല്ലേ, 7 ദിവസങ്ങൾ കഴിഞ്ഞിട്ടുള്ളതായിരിക്കും 18. ഇവിടെ 11 ആകുമ്പോഴല്ലേ 11നോട് 7 കൂട്ടുമ്പോഴല്ലേ നമുക്ക് 18 കിട്ടുക അല്ലേ. 11, 12, 13, 14, 15, 16, 17, 18 അടുത്ത 7ാമത്തെ ദിവസമാണ് 18. ഈ 18നോടല്ലേ നെക്സ്റ്റ് വീക്കിലെ ഇവിടെയുള്ള ഈ നമ്പർ ഇവിടെ ഈ 16 ആണെങ്കിൽ ഇവിടെ ഉള്ളത് എങ്ങനെയാണ് അല്ലേ, 7 മൈനസ് ചെയ്തതും ഇവിടുന്ന് 7 ആഡ് ചെയ്തതുമാണ് ഇവിടെ ഈ നമ്പർ ഉണ്ടാവുക. ഇതിൻ്റെ ഇപ്പുറം എന്താണ്, ഇതിൻ്റെ അടുത്ത നെക്സ്റ്റ് നമ്പർ ആയിരിക്കും അല്ലേ. ഈ 16ന് പകരം ഇവിടെ 18 ആണ്. 16 ആണെങ്കിൽ നെക്സ്റ്റ് ഇവിടെ 7 മൈനസ് ചെയ്യും, ഇവിടെ 7 ആഡ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇവിടെ തൊട്ട് മുന്നുള്ളത് ഇവിടെ 7 മൈനസ് ചെയ്യുക, 18നോട് ആഡ് ചെയ്താൽ അടുത്ത ഇവിടെ ഉള്ള നമ്പർ കിട്ടും. 18നോട് 7 ആഡ് ചെയ്താൽ എത്രയാണ്, 18, 19, 20, 21, 22, 23, 24, 25 അല്ലേ. 25, 25 ആയില്ലേ 7ാമത്തെ ദിവസം അല്ലേ. നെക്സ്റ്റ് വീക്കാണ് ഇവിടെ വരിക അല്ലേ. ഇവിടെ ആദ്യത്തെ ദിവസം, നെക്സ്റ്റ് വീക്ക് ഇവിടെ അല്ലേ, ഒരു വീക്ക് മൈനസ് ചെയ്താലാണ് ഇവിടെ ഉള്ളത് അല്ലേ. ആദ്യത്തെ ആഴ്ച, 2ാമത്തെ വീക്കിൽ, 2ാമത്തെ ആഴ്ച, 3ാമത്തെ ആഴ്ച, 4ാമത്തെ ആഴ്ച, 5ാമത്തെ ആഴ്ച അല്ലേ. അങ്ങനെ ഓരോ വീക്കുകളാണ് ഇവിടെ ഇങ്ങനെ വരുന്നത്. C question, the Kalolsavam was conducted from 15 to 18 November 2022. How many days Kalolsavam is conducted? കലോത്സവം 15 മുതൽ 18 ദിവസം വരെയാണ് ഉള്ളത്. അപ്പോൾ എത്ര ദിവസമാണ്, ഹൗ മെനി ഡേയ്സ് ആണ്, എത്ര ദിവസമാണ് കലോത്സവം കണ്ടക്ട് ചെയ്യാൻ എടുത്തത്, എത്ര ദിവസമുണ്ട് 15 മുതൽ 18 വരെ എത്ര ദിവസമാണ് അല്ലേ, 15 to 18 ആണ് അല്ലേ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ 15 to 18 വരെ എത്ര ഡേയ്സ് ഉണ്ട്, എത്ര ദിവസമുണ്ട്, 15, 16, 17, 18 4 ദിവസമുണ്ട്, 4 ഡേയ്സ് ഉണ്ട്. 15, 16, 17, 18 വരെ 4 ദിവസമുണ്ട്. 4 ദിവസത്തെ കലോത്സവമാണ് നടക്കുന്നത്. ആക്ടിവിറ്റി 5, വെജിറ്റബിൾ ഗാർഡൻ. വെജിറ്റബിൾ ഗാർഡൻ ഈസ് സെറ്റ് ഇൻ സ്കൂൾ. സീഡ്സ് വർ ബോട്ട് ഫ്രം ദി കൃഷിഭവൻ. വെജിറ്റബിൾ ഗാർഡൻ സ്കൂളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിലെ സീഡ്സ് എവിടെ നിന്നാണ്, കൃഷിഭവൻ എന്നാണ് വാങ്ങിയത്, വിത്തുകൾ. ദി നമ്പർ ഓഫ് സീഡ്സ് ഇൻ ഈച്ച് പാക്കറ്റ് ഈസ് ഗിവൺ ഇൻ ദി പിക്ചർ. ഓരോ പാക്കറ്റിലുള്ള നമ്പർ ഓഫ് സീഡ്സ്, എത്ര സീഡ്സിൻ്റെ എണ്ണം പിക്ചറിൽ തന്നിട്ടുണ്ട്. ഫൈൻഡ് ഔട്ട് ആൻഡ് റൈറ്റ് ഡൗൺ വിച്ച് ടൈപ്പ് ഓഫ് സീഡ് ഈസ് മോർ ഇൻ നമ്പർ. ഏത് സീഡ്സ് ആണ് കൂടുതലുള്ളതെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഏത് പാക്കറ്റിലാണ് ഏത് സീഡ്സ് ആണ് മോറുള്ളത്, കൂടുതലുള്ളത് നമ്പറിൽ എന്നുള്ളത് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്പർ ഓഫ് പാക്കറ്റ്സ് ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ. സ്നേക്ക് ഗോഡ് എത്രയാണ്, സ്നേക്ക് ഗോഡ് 7 പാക്കറ്റ്സ് ഉണ്ട്. അതിൽ നമ്പർ ഓഫ് സീഡ്സ് ഇൻ എ പാക്കറ്റ്, ഒരു പാക്കറ്റിലുള്ള സീഡ്സ് ഇവിടെ പാക്കറ്റ് മേലുണ്ടല്ലേ, 1, 2, 3, 4, 5, 6 അല്ലേ. 6 സീഡ്സ് ഉണ്ട്, 6 വിത്തുകളുണ്ട്. അപ്പോൾ ഒരു പാക്കറ്റിൽ 6 എണ്ണം ഉണ്ട്. അങ്ങനത്തെ എത്ര പാക്കറ്റ് ഉണ്ട്, 7 പാക്കറ്റ്സ് ഉണ്ട്. പാക്കറ്റിൽ 6 എണ്ണമാണ്, അങ്ങനത്തെ എത്ര ഉണ്ട്, 7 പാക്കറ്റ്സ് ഉണ്ട് അല്ലേ. 7 പാക്കറ്റ്സ് ഉണ്ട്. അപ്പോൾ 6 7s are 6 36, 7 42 അല്ലേ. 6 6 are 36, 7 6 are 42. ഒരു പാക്കറ്റിൽ എത്ര 6 സീഡ്സ് ഉണ്ട് അല്ലേ, 6 സീഡ്സ് ഉണ്ട്. അങ്ങനത്തെ 7 പാക്കറ്റ്സ് ഉണ്ട്. അപ്പോൾ 6 സീഡ്സ് ഉണ്ട്, 7 ടൈംസ് നമ്മൾ ആഡ് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ 6നെ 7 ടൈംസ് അല്ലേ, 6 7 ടൈംസ്, അതായത് 6 into 7. നമ്പർ ഓഫ് പാക്കറ്റ്സ് 6 ആണ്. അപ്പോൾ 6 പാക്കറ്റ്സ് ആണ് ഇവിടെ ഉള്ളത്. ഇവിടെ 8 പാക്കറ്റ്സ് ഉണ്ടായിരുന്നു, ഇവിടെ 6 പാക്കറ്റ്സ് ആണ്. നമ്പർ ഓഫ് സീഡ്സ് ഇൻ എ പാക്കറ്റ്, ഒരു പാക്കറ്റിലുള്ള സീഡ്സ് എത്രയാണ് അല്ലേ. ഈ പാക്കറ്റിലെ ഫോട്ടോയിൽ നോക്കാനാണ് പറഞ്ഞത്. 1, 2, 3, 4, 5, 6, 7. അപ്പോൾ ഇവിടെ 7 സീഡ്സ് ഉണ്ട്. ഒരു പാക്കറ്റിൽ 7 സീഡ്സ് ആണ്. അങ്ങനത്തെ എത്ര പാക്കറ്റാണ് ഉള്ളത്, 6 പാക്കറ്റ്സ് ഉണ്ട്. അപ്പോൾ 7 6 are 42. ബിറ്റർ ഗോഡ് നമ്പർ ഓഫ് പാക്കറ്റ്സ് 13 ആണ് അല്ലേ. പാക്കറ്റ്സിൻ്റെ എണ്ണം കൂടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ 13 പാക്കറ്റ്സ് ഉണ്ട്. നമ്പർ ഓഫ് സീഡ്സ് ഇൻ എ പാക്കറ്റ്, ഒരു പാക്കറ്റിലുള്ള സീഡ്സ് എത്രയാണ്, 1, 2, 3, 4, 5, 6, 7, 8, 9, 10 അല്ലേ. 10 സീഡ്സ് ആണ് ഒരു പാക്കറ്റിലുള്ളത്. അങ്ങനത്തെ 13 പാക്കറ്റ്സ് ഉണ്ട്. ഒരു പാക്കറ്റിൽ 10 സീഡ്സ് ഉണ്ട്. അങ്ങനത്തെ എത്ര പാക്കറ്റാണ് ഉള്ളത്, 13 സീഡ്സ് ആണ്. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ്റെ ഈസി ട്രിക്ക് എന്താണ്, നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യല്ലേ. 13 into 1 എത്രയാണ്, 13 തന്നെയാണ്. ദെൻ എത്ര 0 ഉണ്ട്, ഒരു 0, 130 എന്ന് കിട്ടും. പി സീഡ്സ് അല്ലേ, പി പയർ വിത്ത്. നമ്പർ ഓഫ് പാക്കറ്റ്സ് എത്രയാണ്, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11. 11 പാക്കറ്റ്സ് അല്ലേ, 11 പാക്കറ്റ്സ് ഉണ്ട്. നമ്പർ ഓഫ് സീഡ്സ് ഇൻ എ പാക്കറ്റ്, ഒരു പാക്കറ്റിൽ എത്ര സീഡ്സ് ഉണ്ട്, 1, 2, 3, 4, 5. അപ്പോൾ 5 സീഡ്സ് ആണ് ഒന്നിലുള്ളത്. ടോട്ടൽ 11 പാക്കറ്റ്സ് ഉണ്ട്. ഓരോ പാക്കറ്റിൽ എത്ര ഉണ്ട്, എത്ര സീഡ്സ് ഉണ്ട്, എത്ര വിത്ത് ഉണ്ട്, 1, 2, 3, 4, 5 അല്ലേ. 5 സീഡ്സ് ആണുള്ളത്. അങ്ങനത്തെ 11 പാക്കറ്റ്സ് ഉണ്ട്. അപ്പോൾ 11 into 5, 5s are 5, 1 5s are 5, 55. അപ്പോൾ 55 എന്ന് കിട്ടും ടോട്ടൽ നമ്പർ ഓഫ് സീഡ്സ്. വിച്ച് ടൈപ്പ് ഓഫ് സീഡ് ഈസ് മോർ ഇൻ നമ്പർ. അപ്പോൾ ഏത് സീഡ്, ഏത് വിത്താണ് കൂടുതലുള്ളത് അല്ലേ. നമ്മുടെ 130 ഏതാണ്, ബിറ്റർ ഗോഡ് ആണ് ഏറ്റവും കൂടുതലുള്ളത് അല്ലേ. ബിറ്റർ ഗോഡ് എത്രയാണ്, 13 പാക്കറ്റ്സ് അല്ലേ. പാക്കറ്റിൻ്റെ എണ്ണവും വിത്തിൻ്റെ എണ്ണവും കൂടുതലുള്ളത് ഏതാണ്, നമ്മുടെ ബിറ്റർ ഗോഡാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് സീഡ്സും കൂടുതലാണ് അല്ലേ. വിത്തുകളുടെ എണ്ണം കൂടുതൽ ഏതാണ്, ബിറ്റർ ഗോഡ്. ആക്ടിവിറ്റി 6, സ്കൂൾ ആനുവൽ ഡേ. സ്റ്റുഡൻസ് ഓഫ് സ്റ്റാൻഡേർഡ് 3 ആർ അറേഞ്ചിങ് ചെയർസ് ഫോർ ദി ആനുവൽ ഡേ സെലിബ്രേഷൻ. ആനുവൽ ഡേ സെലിബ്രേഷന് കുട്ടികൾ എന്താണ്, സീറ്റ്സിലെ ചെയറുകൾ അറേഞ്ച് ചെയ്യാണ്. ചെയർസ് ആർ അറേഞ്ച്ഡ് ഇൻ 5 rows. 5 റോസിലായിട്ടാണ് ചെയേഴ്സ് അറേഞ്ച് ചെയ്തത്. ഈച്ച് റോ ഹാസ് 6 ചെയേഴ്സ്. അപ്പോൾ ഓരോ റോയിലും 6 ചെയേഴ്സ് ഉണ്ട്. ഹൗ മെനി ചെയേഴ്സ് ആർ അറേഞ്ച്ഡ്. അപ്പോൾ എത്ര ചെയേഴ്സ് ഉണ്ട്, 5 റോസിലായിട്ടില്ലേ, 5 നിരയിലായിട്ടാണ്
ചെയർ ഉള്ളത് അല്ലേ. ഓരോ റോയിലും 6 ചെയേഴ്സ് ഉണ്ട്. ഇതിൽ 6 ചെയേഴ്സ്, ഇതിൽ ഓരോ റോയിലും 6 ചെയേഴ്സ് ഉണ്ട്. അങ്ങനത്തെ എത്ര റോ ഉള്ളത്? 5 റോസ്, 5 റോസ് അല്ലേ. അപ്പോൾ 5 × 6, 5 × 6, 5 5s are 25, 6 5s are 30 ചെയേഴ്സ് ആണ് ടോട്ടൽ ഉള്ളത് അല്ലേ. 5 റോസിൽ ഓരോ റോയിലും 6 എണ്ണം വീതമുണ്ട്. അങ്ങനത്തെ 5 റോ ഉണ്ട് അല്ലേ. അപ്പോൾ 6നെ 5 തവണ കൂട്ടി നോക്കുക, അല്ലെങ്കിൽ 6 5s are 30. ആസ് ദി ചെയേഴ്സ് ആർ നോട്ട് സഫിഷ്യൻറ്റ് ഫോർ ആൾ ദി സ്റ്റുഡൻസ്. എല്ലാ സ്റ്റുഡൻസിനും ഈ ചെയേഴ്സ് സഫീഷ്യൻ്റ് അല്ല. 30 ചെയേഴ്സ് പോരാ അവർക്ക്. ഇപ്പോൾ 4 more rows are arranged with 6 chairs each. അപ്പോൾ 4 റോസ് കൂടി, 4 റോസ് കൂടി അറേഞ്ച് ചെയ്തു അല്ലേ. ഓരോന്നിലും 6 എണ്ണം വീതം തന്നെ, ഓരോന്നിലും 6 എണ്ണം വീതമുള്ള. ഇവിടെ ആദ്യം എത്ര എണ്ണം ഉള്ളത്? 5 റോസ് ആയിരുന്നു. അതിൻ്റെ കൂടെ എത്ര റോസ് കൂടി? 4 റോസ് കൂടി അല്ലേ. 4 റോ കൂടി അറേഞ്ച് ചെയ്തു റോസ്. ഹൗ മെനി ന്യൂ ചെയേഴ്സ് ആർ അറേഞ്ച്ഡ്. അപ്പോൾ ന്യൂ ചെയേഴ്സ് എത്രയുണ്ടെന്നാണ് ചോദിച്ചത്. ഇപ്പോൾ 4 more റോസ്, 4 റോസ് ഉണ്ട്. അതിൽ 6 ചെയേഴ്സ് തന്നെയാണ് ഈച്ച്. അപ്പോൾ 4 6 are 4 6 24, 4 6 are 24. ഹൗ മെനി റോസ് ഓഫ് ചെയേഴ്സ് ആർ ദർ ഇൻ ടോട്ടൽ. ടോട്ടൽ എത്ര റോസ് ഉണ്ട്, എത്ര നിരകളുണ്ട്? ആദ്യം എത്ര റോസാണ് ഉള്ളത്? 5 റോസും. പിന്നെ നമ്മളത് കുട്ടികൾക്ക് തയ്യാതായപ്പോൾ നോട്ട് സഫീഷ്യൻ്റ് ആയപ്പോൾ 4 more റോസും അല്ലേ. 4 റോസ് കൂടി കൂടുതൽ ഇട്ടു. അപ്പോൾ 5 4 എത്രയാണ്? 9, 9. അപ്പം 9 റോസ് വേണം അല്ലേ. ടോട്ടൽ 9 റോസ് ആയില്ലേ. ആദ്യത്തെ 5 റോയും പിന്നത്തെ 4 റോയും. അപ്പം 5 4 9, 9 റോസ് ആയി ടോട്ടൽ. ഫൈൻഡ് ദി ടോട്ടൽ നമ്പർ ഓഫ് ചെയേഴ്സ്. ടോട്ടൽ നമ്പർ ഓഫ് ചെയേഴ്സ്, കസാരകൾ എത്ര ഉണ്ട് അല്ലെ. റോസ് എത്ര ഉണ്ട്, കസാരകൾ എത്ര ഉണ്ട്? ആദ്യത്തേൽ 5 റോസ്, 5 റോസിൽ എത്ര ചെയേഴ്സ് ആണ്? 6 ചെയേഴ്സ്, 5 6 are 30. അപ്പോൾ 30 ചെയേഴ്സ് ഉണ്ട് ഫസ്റ്റത്തേൽ അറേഞ്ച് ചെയ്തതിൽ. സെക്കൻഡ് എത്ര? 4 more റോസിലെ 4 റോസ് കൂടി ആഡ് ചെയ്തു. അതിലും എന്താണ്? 6 ചെയേഴ്സ് വീതമാണ് അല്ലേ. 4 6 24, 24, 4 6 are 24. ടോട്ടൽ ചെയേഴ്സ് എത്രയാണ്? ആദ്യത്തെ ചെയേഴ്സ് 30 ഉം 24. പിന്നെ അറേഞ്ച് ചെയ്ത റോസിലെ 4 റോസിലുള്ളത് 24 ചെയേഴ്സും 5 റോസിൽ ആദ്യം ഉള്ളതിൽ 30 ചെയേഴ്സും ആണുള്ളത്. അപ്പോൾ 30 + 24 എത്രയാണ്? 4 3 + 2 5 54. 54 ചെയേഴ്സ് എന്ന് ടോട്ടൽ കിട്ടും. അപ്പോൾ പുതിയ സിലബസ് പ്രകാരമുള്ള ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് നമ്മൾ സോൾവ് ചെയ്തത്. ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാമിനേഷൻ. 3ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ആവശ്യമായ മറ്റുള്ള സബ്ജക്ട്സും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും എൻ്റെ ചാനലിൽ അവൈലബിൾ ആണ്. അപ്പോൾ പ്ലേലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാ സബ്ജക്ട്സും ലഭിക്കുന്നതാണ്.